ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. സുദീപേട്ടനും മക്കളും പിന്നെ കുളത്തമ്മ ഉണ്ടെന്ന് ഞങ്ങളെ കൂടെ. ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെറുതെ ഇങ്ങനെ ഇറങ്ങും. സാധാരണ അമ്മയും കൂടെ ഉണ്ടാവാറുണ്ട്, ഇന്നമ്മ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് പെരിക്കല്ലൂർ കടവിലേക്കാണ്. ഇത് കർണാടകേൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബോർഡറാണ് കേട്ടോ. ഈ പുഴ കടന്ന് അക്കരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കർണാടകയായി, ബൈരക്കുപ്പ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തോണിയിലാണ് അക്കരയും ഇക്കരയും പോയി വരിക. 10 രൂപ എങ്ങനെ ഉള്ളൂ. ഞാൻ പോയ ആ സമയത്ത് അവർക്ക് ഒരാൾക്ക് 10 രൂപയാണ് ഒരു തോണി അക്കരയിൽ നിന്നും ഇക്കരയ്ക്കും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പുറമേ നിന്നൊക്കെ ഇതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ തോണിയിലൊന്നും ഇങ്ങനെ പുഴയിൽ കൊടുന്ന് റൗണ്ട് അടിച്ചു കൊണ്ടുവരും. അതിന് 300 ആണോ 700 ആണോ എന്ന് അവർ വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് ലോങ് വീഡിയോയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സേഫ്റ്റി തന്നെ കേട്ടോ അവർ തോണി കയറ്റുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജാക്കറ്റ് ഒന്ന് ഊരി, പിന്നെ അപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. ഇങ്ങനെയാണ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. തോണിയിൽ നിന്ന് ഇവിടുന്ന് അക്കരയ്ക്കും കൊണ്ടുപോകും, അക്കരയിൽ നിന്ന് ഇക്കരയ്ക്കും കൊണ്ടുവരും. ഞങ്ങൾ പിന്നെ ഒന്ന് റൗണ്ട് അടിച്ച് ബൈരക്കുപ്പ എത്തി. അവിടെ ഒന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് നിന്ന് അതേപോലെ തിരിച്ച് കയറി. അവിടെ കാണാൻ ഒന്നുമില്ല. അതേപോലെ ഇക്കര വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോകുന്നത് ചേകാടിക്കാണ്. അപ്പോൾ ചേകാടിക്ക് പോകുമ്പോൾ ഇത് ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫോറസ്റ്റാണ് ചേകാടി ഫോറസ്റ്റ്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ളതാണ് ഈ വഴി. വണ്ടികളും അധികം കുറവാണ് ഈ വഴിക്ക്. പക്ഷെ നല്ല പേടിയുണ്ടായിരുന്നു, ആനയിട്ട് ഇറങ്ങുമോ എന്നുള്ളൊരു പേടി എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കുറേ പശുക്കളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അവിടെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നു. തേജുവിനാണെങ്കിൽ പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആ പശുക്കളെ അവിടെ കെട്ടിയത് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് അവിടെ ഇറങ്ങി. ഫോറസ്റ്റിലൊന്നും ഞങ്ങൾ നിർത്തിയില്ല കേട്ടോ. അവിടെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല. അവിടെ നിന്ന് ആരും വണ്ടിയൊന്നും നിർത്തുന്നില്ല. പിന്നെ ഇവിടെ പശുക്കളെ കണ്ടപ്പോൾ ആൾതാമസം ഉണ്ടോ, പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയതാണ്. കുട്ടികളൊന്ന് പശുവിനെ കണ്ടപ്പോൾ അവിടെ അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചേകാടിക്കാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കോഫി ഹട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് കഴിച്ചത് ഫുഡ്. നല്ല ആംബിയൻസ് ആയിരുന്നു. കുറേ ഹട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് നെയ്ച്ചോറും ചിക്കനും, നെയ്ച്ചോറല്ല ശരിക്കും ഗന്ധാശാലേൻ്റെ ഉപ്പുമാവാണ്, നെയ്ച്ചോറ് പോലെ തോന്നും നമുക്ക്. അപ്പം അതും ചിക്കൻ കറിയും മാത്രമേ അവിടെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ഐറ്റം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നാടൻ ഫുഡായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് നേരെ സുഖേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. സുഖേട്ടൻ്റെ ചായക്കട പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. ഇത് റീൽസിൽ ഫേമസ് ആണ്. സുഖേട്ടൻ്റെ ചായക്കടയിലെ പഴംപൊരിയും ചായയും നല്ല ടേസ്റ്റുള്ള ചൂട് പഴംപൊരിയായിരുന്നു. ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ട് കാർന്ന് കഴിച്ചു. പിന്നെ തിരിച്ചു വന്നതും ഞങ്ങൾ ഫോറസ്റ്റ് വഴിക്ക് തന്നെയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ മാൻകൂട്ടത്തിനെയും കണ്ടു. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്